സയൻസ് സൊസൈറ്റിയുടെ ഗവേഷണ പ്രബന്ധങ്ങൾ ശാസ്ത്രപ്രേമികളായ ഏവർക്കും സൗജന്യമായി ലഭ്യമാക്കണം എന്നും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് ഹാക്ക് ചെയ്യപ്പെടുമെന്നുള്ള ഒരു ഭീഷണി ഇമെയിൽ ഹാക്കറെക്സ് എന്ന അജ്ഞാതനിൽ നിന്നും സയൻസ് സൊസൈറ്റിയുടെ ചെയർമാനായ ദേവനാരായണന് ലഭിക്കുന്നു. ആ ഇമെയിലിനോടൊപ്പം അത്തരത്തിൽ ഹാക്ക് ചെയ്തെടുത്ത ചില ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഹാക്കിങ്ങിൽ നിന്നും ഉള്ള ഒരു താൽക്കാലിക രക്ഷപ്പെടൽ എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട രേഖകളെല്ലാം ഹാർഡ് കോപ്പികളായി സൂക്ഷിക്കാൻ സൊസൈറ്റി തീരുമാനിക്കുന്നു. അധികം വൈകാതെ സൊസൈറ്റിയിലെ കോർ കമ്മിറ്റി അംഗമായ പ്രതിഭ അപ്രത്യക്ഷയാകുന്നു. പ്രതിഭയോടൊപ്പം ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകളും കാണാതെയാകുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതിഭ പ്ലാനസ് എന്ന ശാസ്ത്രം ഏവർക്കും സൗജന്യമായി ലഭിക്കണം എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകയാണെന്ന് മനസ്സിലാകുന്നു. ആ ഡോക്യുമെന്റ്സ് പ്രതിഭ സൊസൈറ്റിയിൽ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നതാണോ, അതോ ആ ഡോക്യുമെന്റ്സിന് വേണ്ടി പ്രതിഭയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? പ്രതിഭയുടെ തിരോധാനത്തെ തുടർന്ന് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് ഹാക്കറെക്സ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രീബാല, വിശാൽ, കെവിൻ എന്നീ 3 സുഹൃത്തുക്കൾ നടത്തുന്ന ഉദ്വേഗഭരിതമായ അന്വേഷണമാണ് ആദർശസിന്റെ ഹാക്കറെക്സ് രണ്ടാമൻ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ട്വിസ്റ്റുകൾ ഈ പുസ്തകത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഡാർക്ക് നെറ്റ് എന്ന പുസ്തകത്തിന് സമാനമായി അവസാനം വരെയും സസ്പെൻസ് അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ പുസ്തകത്തിനും സാധിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലർ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും നല്ലൊരു വായനാനുഭവം തന്നെയായിരിക്കും ഹാക്കറെക്സ് രണ്ടാമനിൽ നിന്ന് ലഭിക്കുക.